വെരി ഗുഡ് മോർണിംഗ്. ഇത് രണ്ടാം ചാപ്റ്റർ, അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. സാമൂഹ്യ നിയന്ത്രണം എന്ന ഒരു പുതിയ സങ്കല്പനം. നമ്മൾ പദങ്ങളും സങ്കല്പനങ്ങളും എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. അതിൽ സോഷ്യോളജിയിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സങ്കല്പനം അഥവാ ഒരു കൺസെപ്റ്റ്, ഒരു പദവും അതിൻ്റെ കൺസെപ്റ്റുകൾ, അതിനെ കുറച്ച് വിശദീകരിച്ച് അത് എന്ത് എന്നും നമ്മൾ പഠിക്കാൻ പോകുന്നു. ആ പദത്തിൻ്റെ പേരാണ് സാമൂഹ്യ നിയന്ത്രണം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം എന്നുള്ളതിൻ്റെ നിർവചനം പഠിക്കുന്നു. ഈ നിർവചനം തന്നിരിക്കുന്നത് വഴങ്ങാത്ത അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്ത അംഗങ്ങളെ നിയമാനുസൃത രീതിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ ഒരു പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് അനുസരണയില്ലാത്ത മർക്കടമുഷ്ടിക്കാരായിട്ടുള്ള അംഗങ്ങളെ സമൂഹത്തിന് അനുസൃതമായി എഴുതി വച്ചിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ സമൂഹം പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായ രീതിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വ്യത്യസ്ത കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ആശയമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നു. എന്താണ് സോഷ്യൽ കൺട്രോൾ? അപ്പോൾ സോഷ്യൽ കൺട്രോൾ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ജനറലി യൂസ്ഡ് കൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി. അടിസ്ഥാന സങ്കല്പനമാണ്, എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോഷ്യൽ കൺട്രോൾ റെഫേഴ്സ് ടു ദ വേരിയസ് മീൻസ് യൂസ്ഡ് ബൈ സൊസൈറ്റി ടു ബ്രിങ് ഇറ്റ്സ് disobedient members back into line. വരച്ച വരയിൽ അല്ലെങ്കിൽ സമൂഹത്തിന് ഏത് രീതിയിൽ വേണോ ആ രീതിയിലേക്ക് വഴങ്ങാത്ത, അനുസരണയില്ലാത്ത, അച്ചടക്കമില്ലാത്ത അംഗങ്ങളെ നിയമത്തിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരുന്ന അതിന് ഉപയോഗിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളൊക്കെയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം? 2 മാർക്കിന് ചോദിച്ചാൽ ഇത് എഴുതാം. ഇനി അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഇനി ഒരു ഡെഫിനിഷനും കൂടെ കുറച്ച് അപ്പുറത്തായിട്ട് കിടപ്പുണ്ട്. ആ ഒരു ഡെഫിനിഷനും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇത് പഠിച്ചാലും മതി. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേത് പഠിക്കണമെന്നില്ല. അപ്പോൾ അത് ടെക്സ്റ്റ് ബുക്ക് മറ്റേ ഗയാഡ ബുക്കിനകത്ത് ആ ഒരു നിർവചനം കൂടെ കിടപ്പുണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് ഈ ഒരു സാമൂഹ്യ നിയന്ത്രണം എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആദ്യം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരുന്നു നിർവഹണവാദ വീക്ഷണവും സംഘടനവാദ വീക്ഷണം അല്ലെങ്കിൽ സംഘർഷവാദികൾ എന്നും പറയാം. അപ്പോൾ ഈ 2 വ്യൂ പോയിന്റ്, ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് വ്യൂ പോയിന്റ് എന്ന് എവിടെയും നമ്മൾ ഇനി കേൾക്കും എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സിലുടനീളം നിങ്ങൾ ഈ നിർവഹണവാദ വീക്ഷണവും സംഘടനവാദി അല്ലെങ്കിൽ സംഘർഷവാദ വീക്ഷണം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർ ഓരോ കാര്യത്തിനെ കുറിച്ചും എന്ത് പറഞ്ഞു എന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങ് വിട്ടേക്കുക കേട്ടോ. സാധാരണ ഒരുപാട് നിർവഹണവാദ വീക്ഷണമൊക്കെ ആകുമ്പം കുട്ടികൾക്ക് കൺഫ്യൂഷനൊക്കെ വരാം. ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നവരും ഫുൾ മാർക്ക് വേണം, A+ വേണം എന്നൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നമുക്ക് നോക്കാം എന്താണ് നിർവഹണവാദികൾ സാമൂഹ്യ നിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് നിർവഹണവാദ വീക്ഷണവും സംഘടനവാദ വീക്ഷണവും അല്ലെങ്കിൽ സംഘർഷവാദ വീക്ഷണവും സാമൂഹ്യ നിയന്ത്രണത്തെക്കുറിച്ചുള്ളത് വിവരിക്കുക. 6 മാർക്കിനൊക്കെ ചോദിക്കാം. ഇത് ഒരെണ്ണം മാത്രമാണെങ്കിൽ അത് 3 മാർക്കാണ്. നിർവഹണവാദികൾ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഫങ്ഷണലിസ്റ്റ്. നമുക്ക് നോക്കാം. വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പെരുമാറ്റങ്ങൾ, വ്യക്തികളുടെയും അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെയും ഒക്കെ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുവാൻ വ്യക്തികളും ഗ്രൂപ്പുകളും ഉപയോഗിക്കുന്ന ശക്തിയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പെരുമാറ്റം നിയന്ത്രിക്കാൻ, ആരെ പെരുമാറ്റം നിയന്ത്രിക്കാൻ? മറ്റ് വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും പെരുമാറ്റം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അതാണ് നിർവഹണവാദികൾ പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിർവഹണവാദികൾ എന്ന് പറയുന്ന സമൂഹത്തിൽ എന്ത് ആശയമുണ്ടെങ്കിലും എല്ലാം സമൂഹ നന്മയ്ക്ക് വേണ്ടി എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ എന്തുണ്ടാക്കിയാലും, എന്ത് പ്രശ്നമുള്ള കാര്യം ഉണ്ടാക്കിയാലും അതെല്ലാം സമൂഹത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് രീതിയിലാണ് നിർവഹണവാദികൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തികൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണ് സാമൂഹ്യ നിയന്ത്രണം എന്നാണ് നിർവഹണവാദികൾ പറയുന്നത്.
അപ്പം നമുക്ക് അതിൻ്റെ ഒന്ന് ഇംഗ്ലീഷിൽ നോക്കാം. എന്താണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്? യൂസ് ഓഫ് ഫോഴ്സ് ടു റെഗുലേറ്റ് ദ ബിഹേവിയർ ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്സ് ബൈ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്സ്. ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകളുടെയും വ്യക്തികളുടെയും പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കാനായിട്ട് മറ്റ് വ്യക്തികളും ഗ്രൂപ്പുകളും ഉപയോഗിക്കുന്ന ശക്തിയാണ് എന്ത്? സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത്, ഇത് സമൂഹത്തിൽ ക്രമം പാലിക്കാൻ വേണ്ടിയിട്ടാണ്. ദിസ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓർഡർ ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ ക്രമം പാലിക്കുവാൻ അത് സഹായിക്കുന്നു. ക്രമം പാലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്രമം പാലിക്കുമ്പോൾ സമൂഹത്തിൽ കെട്ടുറപ്പ് ഉണ്ടാകുന്നു. അപ്പം 3 പോയിന്റാണ് നിർവഹണവാദികൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന്, ഗ്രൂപ്പുകൾ, വ്യക്തികൾ, പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ശക്തിയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിൽ ക്രമം പാലിക്കുന്നു. ക്രമം പാലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രമം പാലിക്കുമ്പോൾ സമൂഹത്തിൽ ദൃഢത അല്ലെങ്കിൽ കെട്ടുറപ്പ് ഉണ്ടാകുന്നു എന്നാണ് ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. So functionalist says this social control is for enforcing values and patterns for maintaining order in society എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്തത് സംഘർഷവാദികൾ എന്തു പറഞ്ഞു എന്നുള്ളതാണ്. സംഘർഷവാദികൾ സാമൂഹ്യ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നത് എന്തെന്ന് നമുക്ക് നോക്കാം. സംഘർഷവാദികളുടെ അതിന് സംഘടനവാദി എന്നും ചില പുസ്തകങ്ങളിലുണ്ട്. ഓക്കെ, കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. എന്താണ് സംഘർഷവാദികൾ പറയുന്നതെന്ന് നോക്കാം. സാമൂഹിക നിയന്ത്രണം പ്രബല വർഗങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിർമ്മിച്ച സംവിധാനമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംഘർഷവാദികൾ എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിൽ അസമത്വമുണ്ട്, ഒരുപാട് ശക്തിയുള്ളവർ മറ്റുള്ളവരെ കീഴടക്കി വയ്ക്കുന്നു, അങ്ങനെ സമൂഹം സംഘർഷഭരിതമാണ്, ഇങ്ങനെയൊക്കെയാണ് അവർ നോക്കിക്കാണുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് അവർ സാമൂഹ്യ നിയന്ത്രണത്തെക്കുറിച്ചും പറയുന്നത്. ഇത് സാമൂഹ്യ നിയന്ത്രണം എന്നും സാമൂഹിക നിയന്ത്രണം എന്നും പല സ്ഥലത്തും പലതായിട്ട് മലയാളത്തിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെഴുതിയാലും കുഴപ്പമില്ല. സാമൂഹിക നിയന്ത്രണം പ്രബല വർഗങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ നിർമ്മിച്ച സംവിധാനമാണ്. അപ്പോൾ സംഘർഷവാദികൾ പറയുന്നത് പ്രബല വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ ആണ് പെണ്ണ്, അതിൽ പ്രബല വർഗം ആണുങ്ങളാണ്. അതുപോലെ ജാതികളിൽ പ്രബല വർഗം ഒരുപാട് പവറും അധികാരവും ഒക്കെ ഉള്ള പ്രബലമായിട്ടുള്ള ഉയർന്ന ജാതികളായിരുന്നു പണ്ട്. വർഗത്തിൽ പ്രബലരെന്ന് പറയുമ്പം പണക്കാരായിരിക്കാം. അതാണ് പ്രബല വർഗം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക നിയന്ത്രണം പ്രബല വർഗങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ നിർമ്മിച്ച സംവിധാനമാണ്. ആരുണ്ടാക്കിയെന്ന് പറയുന്നത്? പ്രബല വിഭാഗങ്ങൾ ഉണ്ടാക്കി എന്നാണ് സംഘർഷവാദികൾ പറയുന്നത്. പ്രബല വിഭാഗങ്ങൾ അവരുടെ താല്പര്യം നടപ്പിലാക്കുന്നു. അവരുടെ താല്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതെന്നാണ് സംഘർഷവാദികൾ പറയുന്നത്. ഒപ്പം തന്നെ സ്വാഭാവികമായിട്ടും അവരെല്ലായിടത്തും പറയുന്നത് പോലെ സമൂഹം സംഘർഷഭരിതമാണ് എന്നും അവർ പറയുന്നുണ്ട്. ഇനി വ്യക്തികളുടെയും സംഘങ്ങളുടെയും സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്ന തന്ത്രങ്ങളെയും സാങ്കേതികതകളെയും സാമൂഹിക പ്രക്രിയകളെയും സാമൂഹ്യ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നു. വ്യക്തികളുടെയും സംഘങ്ങളുടെയും സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്ന തന്ത്രങ്ങളെയും സാങ്കേതികതകളെയും സാമൂഹിക പ്രക്രിയകളെയും സാമൂഹിക നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നു. ഇത് ക്രമമുണ്ടാക്കുന്നു, മൂല്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. മൂല്യങ്ങൾ വേണ്ടാത്ത ആൾക്കാരുടെ അടുത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? സംഘർഷവാദികൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ രണ്ടുപേരും ഒരു കാര്യം പറയുന്നുണ്ട്, ഈ സാമൂഹിക നിയന്ത്രണം രണ്ട് സ്ഥലത്തും ക്രമം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ മൂല്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് സാമൂഹ്യ നിയന്ത്രണം ഉണ്ടാക്കുന്നതെന്നും പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ സമൂഹത്തെ നിയന്ത്രിക്കുവാനായി പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു, സാങ്കേതികതകൾ ഉപയോഗിക്കുന്നു, സാമൂഹിക പ്രക്രിയകളുടെയും സഹായത്തോടു കൂടിയാണ് സാമൂഹിക നിയന്ത്രണം നടത്തുന്നതെന്നാണ് സംഘർഷവാദികൾ പറയുന്നത്. ഇനി അപ്പം നമ്മൾ എന്താണ് സാമൂഹിക നിയന്ത്രണം പഠിച്ചു, എന്താണ് ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റും കോൺഫ്ലിക്റ്റ് വ്യൂ പോയിന്റും, എന്താണ് നിർവഹണവാദ വീക്ഷണവും എന്താണ് സംഘർഷവാദ അല്ലെങ്കിൽ സംഘടനവാദ വീക്ഷണമെന്നും പഠിച്ചു. ഇനി നമ്മൾ സാമൂഹിക നിയന്ത്രണത്തിൻ്റെ തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സാമൂഹിക നിയന്ത്രണത്തിൻ്റെ തരങ്ങൾ എന്താണ്, വ്യത്യസ്ത തരങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഈ സാമൂഹിക നിയന്ത്രണം 2 തരമാണുള്ളത്. ഏതൊക്കെയാണ്? സാമൂഹ്യ നിയന്ത്രണമെന്നും ചില പുസ്തകങ്ങളിലുണ്ട് കേട്ടോ. സാമൂഹ്യ നിയന്ത്രണങ്ങൾ 2 തരം, ഔപചാരികവും അനൗപചാരികവും. ഔപചാരികം, അനൗപചാരികം. ഔപചാരികം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഔപചാരികം എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഔപചാരികം. ഔപചാരിക വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ നല്ല ടിപ്പ് ടോപ്പിൽ ഒരു സൂട്ടൊക്കെ ഇട്ട് ഒരു ടൈ ഒക്കെ ഇട്ട് വരുന്നതാണ് എന്ത് ഔപചാരിക വസ്ത്രധാരണം. അനൗപചാരിക വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു ബർമുടയോ ഒരു ചെറിയ നിക്കറൊക്കെ ഇട്ട് ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് വരാം. അത് അനൗപചാരികമാണ്. മനസ്സിലായല്ലോ വ്യത്യാസം? ഓക്കെ. അപ്പോൾ സാമൂഹിക നിയന്ത്രണങ്ങൾ രണ്ടു തരം, ഔപചാരികവും അനൗപചാരികവും. ഔപചാരികം എന്താന്ന് നോക്കാം. ചിട്ടയായി ക്രോഡീകരിച്ച് സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നു. ഈ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ചിട്ടയായിട്ട് ക്രോഡീകരിച്ച് അടുക്കി വെച്ചിട്ട് പ്ലാൻ ചെയ്ത് അടുക്കിയൊക്കെ വെക്കുന്നതിനാണ് ക്രോഡീകരിക്കുക എന്ന് പറയുന്നത്, ആണ് സാമൂഹ്യ നിയന്ത്രണം നടത്തുന്നത്. ഇത്തരത്തിൽ സാമൂഹിക നിയന്ത്രണം നടത്തുവാൻ ഉപയോഗിക്കുന്ന ഉപാധികൾ എന്തൊക്കെയാണ്? നിയമത്തിന്റെ സഹായം, ഭരണകൂടത്തിന്റെ സഹായം ഉപയോഗിച്ചാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം നടപ്പിലാക്കുന്നത്. അപ്പം ഗവൺമെന്റ് പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ കോടതി പറയുന്ന നിയമങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നു. അത് എല്ലാം ചിട്ടയായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് അല്ലെ, ചിട്ടയായിട്ട് ക്രോഡീകരിച്ച് വയ്ക്കുന്ന സാമൂഹിക നിയന്ത്രണ മാർഗങ്ങളാണ് എന്ത് ഔപചാരിക സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ ഔപചാരികത്തിന് നമ്മൾ ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയും. ഫോർമൽ സോഷ്യൽ കൺട്രോൾ. അനൗപചാരികത്തിന് നമ്മൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്നും പറയുന്നു. ഓക്കെ. സോ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഈസ് when codified, ക്രോഡീകരിക്കുക എന്നുള്ളത്, ആൻഡ് സിസ്റ്റമാറ്റിക് മെക്കാനിസം ഓഫ് കൺട്രോൾ ഈസ് യൂസ്ഡ്, ഇറ്റ് ഈസ് കാൾഡ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. കോഡിഫൈഡ് ആണ്, അടുക്കി വെക്കുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് ചിട്ടയായിട്ട്. കോഡിഫൈഡ് മീൻസ് ക്രോഡീകരിച്ച. സിസ്റ്റമാറ്റിക് മെക്കാനിസം ഓഫ് കൺട്രോൾ ഈസ് യൂസ്ഡ്, ഇറ്റ് ഈസ് നോൺ ആസ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. അത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. ദിസ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഈസ് കോൺഷ്യസ്ലി മെയ്ഡ്. മനഃപൂർവ്വം ഉണ്ടാക്കുന്നു. അടുക്കും ചിട്ടയ്ക്കും വേണ്ടി, സമൂഹത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഫോർമൽ, അനൗപചാരികം, വ്യക്തിപരവും അനൗദ്യോഗികവുമായ ക്രോഡീകരണ രീതിയാണത്. അവിടെയും ക്രോഡീകരണമൊക്കെ ഉണ്ട്. വ്യക്തിപരമാണ്, അനൗദ്യോഗികവുമാണ്. അതിന് നിയമത്തിന്റെ പിന്താങ്ങലൊന്നുമില്ല. അനുസരിച്ചില്ലെങ്കിൽ തൂക്കിക്കൊല്ലുമെന്നോ അല്ലെങ്കിൽ ജോലി പോകുമെന്നോ അല്ലെങ്കിൽ പിരിച്ചുവിടുമെന്നോ അല്ലെങ്കിൽ സസ്പെൻഷൻ തരുമെന്നോ അതല്ല എന്നുണ്ടെങ്കിൽ ഫൈൻ അടിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. വ്യക്തിപരമായിരിക്കും. അനൗദ്യോഗികവുമായ ക്രോഡീകരണ രീതിയാണ് എന്ത്? അനൗപചാരിക സാമൂഹിക നിയന്ത്രണം. ഇതിനെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്നും പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് പേഴ്സണൽ, അൺഒഫീഷ്യൽ ആൻഡ് അൺകോഡിഫൈഡ്. പേഴ്സണൽ, അൺഒഫീഷ്യൽ ആൻഡ് അൺകോഡിഫൈഡ്, ആൻഡ് വിച്ച് ഇൻക്ലൂഡ്സ് ഫോർ എക്സാമ്പിൾ സ്മൈൽസ്, മേക്കിംഗ് ഫേസസ്, ബോഡി ലാംഗ്വേജ്, ക്രിറ്റിസിസം, റെഡിക്യൂൾ, ലാഫ്റ്റർ എക്സെട്ര. അതായത് പുഞ്ചിരി, വിമർശനം, പിന്നെന്താണ് അവജ്ഞ, ശരീരഭാഷ ഇവ ഉപയോഗിച്ച് ഈ അനൗപചാരിക സാമൂഹിക നിയന്ത്രണം നമ്മൾ നടപ്പിലാക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഇത് പറയാം. ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിനൊരു ഉദാഹരണം. ഒരാളെ കൊല്ലുന്നു. അപ്പോൾ അതൊരു വലിയ കുറ്റകൃത്യമാണ്. അതിന് ആരായിരിക്കും ആ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ കൊടുക്കുന്നത്? നമ്മുടെ നിയമവ്യവസ്ഥയായിരിക്കും അല്ലേ. നമുക്ക് കോടതിയുണ്ട്, പോലീസുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അത്ര വലിയ കുറ്റങ്ങൾക്കൊക്കെ ഔപചാരിക സാമൂഹിക നിയന്ത്രണ രീതിയാണ് ഉപയോഗിക്കുന്നത്. കൊലപാതകത്തിന്. ഇപ്പോൾ അത് കൂടാതെ നിങ്ങളിൽ ഒരാൾ ഇപ്പോൾ വീട്ടിൽ സമയത്ത് വന്നില്ല, വീട്ടിൽ വൈകുന്നേരം 6 മണിക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളതനുസരിക്കാതെ ഫുട്ബോളോ ഒക്കെ കളിച്ചിട്ട് അല്ലെങ്കിൽ ക്രിക്കറ്റും ഒക്കെ കളിച്ചിട്ട് ഒരു 8 മണിയായപ്പം വീട്ടിൽ വന്ന് കയറി. 6 മണി തൊട്ട് സോഷ്യോളജിയുടെ ക്ലാസ് ഉണ്ട്, അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടില്ല, 8 മണിക്ക് വീട്ടിൽ വന്നു. എന്ത് ചെയ്യും അച്ഛനും അമ്മയും? ശരിക്കും സാമൂഹിക നിയന്ത്രണ രീതികൾ ഉപയോഗിക്കുന്ന അച്ഛനും അമ്മയും ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? കണ്ട ഉടനെ ചിലപ്പോൾ അമ്മ വാതിൽ തുറക്കത്തില്ല, അല്ലെങ്കിൽ വാതിൽ തുറന്നു തരും. തുറന്നിട്ട് ആ വാതിലൊന്ന് വലിയ ഫോഴ്സിന് ആഞ്ഞങ്ങ് അടയ്ക്കും അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ ചോറ് തരാൻ നേരം ചോറിൻ്റെ പ്ലേറ്റൊക്കെ ഒന്ന് ഫോഴ്സിന് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലോട്ട് വെച്ച് തരും അല്ലേ. പിന്നെ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? വേറെ എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ ഇന്ന് എന്തോ അമ്മ കഴിക്കാനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടാം, പറയാതിരിക്കാം.
അല്ലെങ്കിൽ ഫേസിൽ എക്സ്പ്രഷൻസ് ഒക്കെ വയ്ക്കാം. അതാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ചീത്ത കാര്യത്തിന് മാത്രമല്ലല്ലോ, നിങ്ങൾ നല്ല കാര്യം ചെയ്തു, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എന്ത് ചെയ്യാം? നിങ്ങൾ കയറി വരുന്നു, നിങ്ങൾ സോഷ്യോളജിയിൽ പരീക്ഷ എഴുതിയിട്ട് ഫുൾ മാർക്കും വാങ്ങിച്ചിട്ട് വരുക സ്കൂളിൽ പോയിട്ട്. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? ആ വിവരം അറിയുമ്പോൾ ഉടനെ പെട്ടെന്ന് ഒരു ഉമ്മയൊക്കെ തരും അല്ലേ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരും, ഒരു കെട്ടിപ്പിടിയൊക്കെ തരാം അല്ലേ. അപ്പോൾ അതൊക്കെ അനൗപചാരിക സാമൂഹിക നിയന്ത്രണ രീതികളാണ്. അപ്പോൾ ഒരു പുഞ്ചിരി, ഒരു വിമർശനം, അവജ്ഞ, ശരീരഭാഷ, ഒരു ആലിംഗനമൊക്കെ എന്താണ്? അനൗപചാരിക സാമൂഹിക നിയന്ത്രണ രീതികളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് തരങ്ങൾ എന്ന് പറയുന്നത്. ഔപചാരിക സാമൂഹിക നിയന്ത്രണവും അനൗപചാരിക സാമൂഹിക നിയന്ത്രണവും. അത് മറക്കാതെ പഠിക്കട്ടെ, പ്രധാനമാണ്. ഇതൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി അടുത്തത്, അപ്പോൾ ഇങ്ങനെ ഈ 2 രീതികളും സമൂഹത്തിലുണ്ട്. പക്ഷെ ഏറ്റവും അഭികാമ്യം ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പോൾ ലേറ്റായിട്ട് വന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലേറ്റായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉള്ള ഒരു കുട്ടി ലേറ്റായിട്ട് വരുന്നു. വീട്ടിൽ അടി കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ എന്തെങ്കിലും പുച്ഛഭാവം കാണിക്കുന്നതിന് പകരം അമ്മ നേരെ പോയിട്ട് നിങ്ങൾ കോടതിയിലേക്ക് പോയി കേസ് കൊടുത്തിട്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമോ? ഇല്ല. അപ്പം ചില സാഹചര്യങ്ങളിൽ ഔപചാരികം പ്രാവർത്തികമാകുന്നില്ല, മറ്റു ചില സാഹചര്യങ്ങളിൽ അനൗപചാരിക സാമൂഹിക നിയന്ത്രണ രീതികളും പ്രാവർത്തികമാകില്ല. അപ്പം സാഹചര്യം അനുസരിച്ച് ഏത് ഉപയോഗിക്കണമെന്ന് ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. ചില സാഹചര്യങ്ങളിൽ ഔപചാരിക രീതി പര്യാപ്തവും അല്ല. ഔപചാരിക രീതി ചില സ്ഥലങ്ങളിൽ പറ്റൂല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാൾ ഒരു കൊലപാതകം നടത്തിയിട്ട് ഈ പുഞ്ചിരിയോ വിമർശനമോ ഒക്കെ കാണിച്ചു വെച്ചാൽ മതിയായിരിക്കുമോ? പോരാ അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്ത് വേണം? പോലീസിനെ വിളിക്കേണ്ടി വരുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അനൗപചാരിക രീതി പര്യാപ്തമാകുന്നില്ല, അപ്പോൾ നാം ഔപചാരിക രീതിയെ ആശ്രയിക്കുന്നു. കുടുംബം, മതം, രക്തബന്ധം അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണ ഏജൻസികളാണ്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ സഹായത്തോടെ ഒരു അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കുടുംബത്തിലുണ്ട്. അത് നമ്മളെ അനൗപചാരികമായിട്ട് ഇൻഫോർമലായിട്ട് വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നു. മതവും അതുപോലെ തന്നെ, നമ്മൾ പോലും അറിയാതെ നമ്മളെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ മതത്തിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. രക്തബന്ധങ്ങൾ, അമ്മാവൻ, അനൗപചാരികമായിട്ട് അമ്മാവൻ എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ആരാണ്? കീർത്തന, അല്ലെങ്കിൽ കീർത്തന വേണ്ട, അഞ്ജലി ഉണ്ട്. അഞ്ജലി കൂട്ടാം. ഒരു അഞ്ജലി എറണാകുളത്തൊക്കെ പോയിട്ട് വന്നിട്ട്, കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ പോയിട്ട് വന്നിട്ട് അവിടെ നിന്നൊരു ജീൻസും ഇട്ടിട്ട് വരുക. നമ്മുടെ കണ്ണൂരേക്ക് വന്നിറങ്ങി പെരിങ്ങോത്തൂടെ നടന്നു പോകുന്നു. പെരിങ്ങോത്ത് ആരും ജീൻസ് ഇട്ടുകൊണ്ട് പോയിട്ടേ ഇല്ല ചരിത്രത്തിൽ, അങ്ങനത്തെ ഒരു കാലം. അപ്പോൾ അഞ്ജലിക്കൊരു ചെറിയ പേടി. നോക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അമ്മാവൻ്റെ ഒരു കടയുണ്ട്. അമ്മാവൻ ആ കടയിൽ ഇരിപ്പുണ്ടായിരിക്കാം. അപ്പോൾ അമ്മാവൻ കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അമ്മാവനെ പേടിയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആ ഡ്രസ്സ് മാറ്റിയിട്ട് എവിടെന്നെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ പോയി ആ വേഷമൊക്കെ മാറ്റിയിട്ട് സാധാരണ നാട്ടിൻപുറത്ത് ഇടുന്ന ഒരു വേഷവുമായിട്ട് അഞ്ജലി വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് സാമൂഹികമായിട്ട് നമ്മെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പം അമ്മാവൻ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മാവനെ പേടിയായതുകൊണ്ട് സാധാരണ സമൂഹത്തിൽ ആ സമൂഹം എങ്ങനെ ആഗ്രഹിക്കുന്നു ആ രീതിയിലേക്ക് പോകുവാൻ ആ കുട്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ കുടുംബവും മതവും രക്തബന്ധവും ഒക്കെ അനൗപചാരികമായി നമ്മെ സാമൂഹികമായിട്ട് നിയന്ത്രിക്കുന്ന ഏജൻസികളാണ്. കോടതി, പോലീസ്, ഓഫീസ് ഒക്കെ തന്നെ ഔപചാരിക ഏജൻസികളുമാണ്. അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. ചിട്ടയായിട്ട് ക്രോഡീകരിച്ച് സാമൂഹിക നിയന്ത്രണം നടത്തുന്ന ഏജൻസികളാണ് കോടതിയും പോലീസും ഓഫീസും ഒക്കെ. മനസ്സിലായല്ലോ? അപ്പോൾ അതത്രയുമാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. സാമൂഹിക നിയന്ത്രണം സോഷ്യൽ കൺട്രോൾ എന്താണ്, ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റും കോൺഫ്ലിക്റ്റ് വ്യൂ പോയിന്റും, നിർവഹണവാദ വീക്ഷണവും സംഘടനവാദ വീക്ഷണവും, പിന്നെ സാമൂഹിക നിയന്ത്രണങ്ങളുടെ തരങ്ങൾ, അതിനകത്ത് തന്നെ ഫോമൽ ആൻഡ് ഇൻഫോമൽ, ഔപചാരികവും അനൗപചാരികവും. ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ സെയിം തിങ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് അഭിമാന കൊല എന്നാണ്. അപ്പം ഞാൻ അതിനെവിടെ ഇങ്ങനെ ദുരഭി എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ സാധാരണ ഒരു കോമൺ മാൻ അതിനെ ദുരഭിമാന കൊല എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഓണർ കില്ലിംഗ് എന്ന് പറയും.
അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ അടുത്ത കാലത്തൊരു ഒരു മരണമുണ്ട്. ഒരു കെവിൻ്റെ ഒരു കൊലപാതകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കെവിൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുകയും ആ പെൺകുട്ടിയുടെ പിതാവ് കെവിനെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ഓണർ കില്ലിംഗ് ആണ്. അതായത് സ്വന്തം ജാതിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വിചാരിക്കുന്ന രീതിയിൽ വിവാഹം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കൊലപാതകം നടത്തുക. അപ്പം ജാതി വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള അഭിമാനക്കൊല എന്നാണത് പറയുന്നത് കേട്ടോ. ദുരഭിമാനക്കൊലയെന്ന് സാധാരണക്കാർ പറയുന്നതാണ്. സോഷ്യോളജിക്കലി അതിനെ നമ്മൾ അഭിമാനക്കൊല എന്നാണ് പറയുന്നത്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ ഈ ദുരഭി വേണ്ട കേട്ടോ. പഠിപ്പിക്കുമ്പോൾ അത് നിങ്ങളെ ഒന്ന് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതിയതാണ്. നോട്ട് എഴുതുമ്പം ഇതങ്ങ് വിട്ടുക, എന്നിട്ട് അഭിമാനക്കൊലയെന്നാക്കുക. ഓക്കെ. അപ്പോൾ ജാതി വ്യവസ്ഥയിൽ ജാതിക്ക് പുറത്തുനിന്ന് വിവാഹം കഴിച്ചാൽ അഭിമാനക്കൊല എന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിപ്പോഴും വടക്കേ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇനി സാമൂഹിക നിയന്ത്രണം ഗുണാത്മകവും നിഷേധാത്മകവും ആകാമെന്ന് പറയുന്നു. അതെന്താന്ന് നോക്കാം. ഇപ്പൊ വ്യക്തികൾ സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് പെരുമാറുമ്പോൾ പ്രശംസ ലഭിക്കുന്നു. സമൂഹത്തിന് എങ്ങനെ വേണമോ ആ രീതിയിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ അതിനെ ഗുണാത്മകം എന്ന് പറയാം. പോസിറ്റീവ് സാങ്ഷൻ, സോഷ്യൽ കൺട്രോൾ മേ ബി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ, പോസിറ്റീവ് സാങ്ഷൻ ആൻഡ് നെഗറ്റീവ് സാങ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സമൂഹത്തിന് എങ്ങനെ വേണമോ ആ രീതിയിൽ വ്യക്തി പെരുമാറിയാൽ അവിടെ നമുക്ക് അഭിനന്ദനം കിട്ടുന്നു. ദാറ്റ് ഈസ് പോസിറ്റീവ് സാങ്ഷൻ, അല്ലെങ്കിൽ ഗുണാത്മകം എന്ന് പറയുന്നു. വ്യക്തികൾ സമൂഹത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നു. അത് നിഷേധാത്മകവുമാണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് സാങ്ഷൻ. ഉദാഹരണത്തിന് നല്ല പെരുമാറ്റം അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയാൽ എന്ത് കൊടുക്കുന്നു? ഒരു സർട്ടിഫിക്കറ്റോ ഒരു അവാർഡോ ഒരു മെഡലോ ഒക്കെ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ ഒരു കുറ്റവാളിയാണ്, ആ കുറ്റവാളി ട്രഡീഷണൽ സൊസൈറ്റിയിൽ, പരമ്പരാഗത സൊസൈറ്റിയിൽ കുറ്റവാളിയായിട്ടുള്ള ഒരാളിനെ പൊതുജനമധ്യയിൽ ചെരുപ്പുമാലകളിട്ട് കല്ലെറിഞ്ഞ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ശിക്ഷിക്കാറുണ്ട്. അപ്പോൾ ആ വ്യക്തി സമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചില്ല, അതുകൊണ്ട് അയാളെ ശിക്ഷിക്കുന്നു. അതിനെ നമ്മൾ നിഷേധാത്മക സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നു. നെഗറ്റീവ് സാങ്ഷൻ എന്ന് പറയാം. ഓക്കെ. നല്ല പെരുമാറ്റത്തിന് നല്ല മാർക്കിനും ബഹുമതി കൊടുക്കുന്നതും മോശം പെരുമാറ്റത്തിന് എന്താണ്? അപമതി കൊടുക്കുന്നതും എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി ഏറ്റവും അവസാനത്തെ ഒരു കൺസെപ്റ്റാണ് വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സമൂഹം പറയുന്ന രീതിക്ക് അനുസരിച്ച് സമൂഹത്തിൻ്റെ നിയമത്തിനനുസരിച്ച് നല്ല രീതിയിൽ പെരുമാറുവാൻ നമുക്ക് സാമൂഹിക നിയന്ത്രണ രീതികളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ചിലപ്പോൾ ചില വ്യക്തികൾ അങ്ങനെ സമൂഹത്തിന് വേണ്ടുന്ന രീതിയിൽ പെരുമാറാതിരിക്കാം. അതിനെയാണ് നമ്മൾ വ്യതിയാനം അഥവാ ഡീവിയൻസ് എന്ന് പറയുന്നത്. ഡീവിയൻസ്, സോഷ്യൽ ഡീവിയൻസ് അല്ലെങ്കിൽ വ്യതിയാനം. സാധാരണ പെരുമാറ്റത്തിൽ നിന്നും വ്യക്തി വ്യതിചലിക്കുമ്പോൾ അത് വ്യതിയാനമാകുന്നു. സൊസൈറ്റി പറയുന്ന സാധാരണ പെരുമാറ്റത്തിൽ നിന്നും ഒരു വ്യക്തി വ്യതിചലിക്കുമ്പോൾ അത് വ്യതിയാനമാകുന്നു അഥവാ ഡീവിയൻസ് ആകുന്നു. ഓക്കെ. അപ്പോൾ ഡീവിയൻസ് എന്താണ്? ഡീവിയൻസ് ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഡിപ്പാർട്സ് ഫ്രം ദ നോർമൽ സോഷ്യൽ ബിഹേവിയർ ഇറ്റ് ഈസ് കാൾഡ് ഡീവിയൻസ്. ആൻഡ് ഈ ഒരു ഡീവിയൻസ് എന്ന് പറയുന്ന കാര്യം പല കാലങ്ങളിൽ പലതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് സ്ത്രീകൾ ഒരു സ്ത്രീ തെങ്ങിക്കയറുക എന്ന് വയ്ക്കുക. തെങ്ങിക്കയറുന്ന സ്ത്രീ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമൂഹത്തിൽ അതൊരു വ്യതിയാനമായിരിക്കും. അഹങ്കാരിയായ പെണ്ണ് എന്ന രീതിയിൽ സമൂഹത്തിൻ്റെ നിയമങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് പെണ്ണ് എന്ത് ചെയ്യുന്നു? വ്യതിചലിച്ചു. അതുപോലെ തന്നെ വേറെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, പണ്ട് ബഹിരാകാശത്തൊക്കെ സ്ത്രീകളൊന്നും പോകാറില്ലായിരുന്നു. ബഹിരാകാശത്തേക്ക് ഒരു സ്ത്രീ പോകുക എന്ന് പറഞ്ഞാലൊക്കെ അത് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. അത് അങ്ങനെ പോകുവാണെങ്കിൽ അത് അക്കാലത്ത് ചിലപ്പോൾ വ്യതിയാനം എന്ന് കണക്കാക്കാം. പക്ഷെ ഇന്ന് സ്ത്രീകൾ ബഹിരാകാശ സഞ്ചാരികളായിട്ട് ഉണ്ട്. അതുപോലെ സ്പോർട്സിന് ചില ജോലികൾക്ക്, നേവി, ആർമി, ഡിഫൻസ് പോലുള്ള ജോലികൾക്കൊന്നും സ്ത്രീകൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആ ഒരു കാലത്ത് ആരെങ്കിലും ആ ഒരു കാര്യം ചെയ്യുവാൻ പോയി കഴിഞ്ഞാൽ അത് വ്യതിയാനം ആയി മാറുന്നു, അല്ലെങ്കിൽ ഡീവിയൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ കാലങ്ങളും സമൂഹവും മാറുന്നതിനനുസരിച്ച് വ്യതിയാനങ്ങളിലും മാറ്റമുണ്ടാകും. അപ്പോൾ ഇന്ത്യൻ സമൂഹം എന്താണ് വ്യതിയാനം എന്ന് പറയുന്നത് ചിലപ്പോൾ അമേരിക്കൻ സമൂഹത്തിൻ്റെ വ്യതിയാനം ആകണമെന്ന് ഇല്ല. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇപ്പോൾ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒറ്റ അമ്മയുള്ള ആൾക്കാരുണ്ട്.
ഒറ്റ അമ്മ ഉള്ള ഫാമിലികളുണ്ട്. അമ്മയും കുട്ടിയും മാത്രം, ഒറ്റ അമ്മയല്ല, അമ്മയും കുട്ടിയും മാത്രമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്താഗതി, അങ്ങനെ ആ രീതിയിലേക്ക് ചിന്തിച്ചു കൊണ്ടുവന്ന് അത് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഒരു രീതിയായി നമ്മുടെ ഇന്ത്യൻ സമൂഹം അത് കണക്കാക്കിയിട്ടില്ലേ ഇപ്പോൾ നിലവിൽ. പക്ഷെ അത് അമേരിക്കൻ സമൂഹങ്ങളിൽ അതൊന്നും വ്യതിയാനമല്ല. അതുപോലെ തന്നെ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പ് സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്നതും സ്ത്രീകൾ കുടിക്കുന്നതും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതുമൊക്കെ ഇന്ത്യൻ സമൂഹത്തിൽ വ്യതിയാനം എന്ന് കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അത് ആ കാലത്തൊക്കെ തന്നെ അമേരിക്കൻ സമൂഹത്തിൽ അതൊന്നും വ്യതിയാനം ആയിരുന്നില്ല. ഇപ്പം കാലങ്ങളും സമൂഹവും മാറുന്നതിനനുസരിച്ച്, അതായത് പണ്ട് വ്യതിയാനമെന്ന് കരുതിയിരുന്നത് ഇന്ന് വ്യതിയാനമല്ലാതായി മാറാം. ഇന്ന് വ്യതിയാനമെന്ന് കരുതിയിരുന്നത് ചിലപ്പോൾ ഇനി കുറേ നാൾ കഴിയുമ്പോൾ അത് വ്യതിയാനമല്ലാതെയും ആകാം. അതുപോലെ ഇന്ത്യൻ സമൂഹത്തിന് വ്യതിയാനം എന്ന് തോന്നുന്നത് ചിലപ്പോൾ അമേരിക്കൻ സമൂഹത്തിന് വ്യതിയാനം ആകണമെന്ന് ഇല്ല. അപ്പം ഇന്നലകളിൽ വ്യതിയാനം എന്ന് കരുതിയവ ഇന്ന് വ്യതിയാനം ആകണമെന്നുമില്ല. അതിനൊരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് വനിതാ ബഹിരാകാശ സഞ്ചാരികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പറയാം, ചില ജോലികളൊക്കെ സ്ത്രീകൾക്ക് ചെയ്യുവാൻ അനുവാദം സമൂഹം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പണ്ട് കാലത്ത്. ഇന്ന് ആ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ചെയ്യുന്നു, ഇന്നത് വ്യതിയാനമല്ലാതായി മാറിയിരിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഈ കുടിക്കുന്ന ഉദാഹരണവും നമുക്ക് പറയാൻ വേണമെങ്കിൽ, പണ്ട് സ്ത്രീകൾ കുടിക്കുന്നത് വലിയ മഹാ അപരാധമായിരുന്നു. ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾ സിഗരറ്റ് വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ വളരെ വിരളമാണെങ്കിലും അതൊരു വലിയ വ്യതിയാനം എന്ന രീതിയിലൊന്നും നമ്മൾ അതിനെ കാണുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്റർ പുതിയ കുറേ പദങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ പദങ്ങളും അവയുടെ അർത്ഥങ്ങളുമൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ഒരു മൈക്രോ മാക്രോ എന്താ പറയുക മെത്തേഡുകളെ കുറിച്ച് പഠിച്ചു അല്ലേ. സമൂഹശാസ്ത്രം പഠിക്കുന്നതിനുള്ള 2 രീതികൾ ഏതൊക്കെയെന്ന് പഠിച്ചു. പിന്നെ ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റ്, മാർക്സിൻ്റെ വ്യൂ പോയിന്റുകൾ, കോൺഫ്ലിക്റ്റ് തിയറിസ്റ്റുകളുടെ വ്യൂ പോയിന്റുകൾ, എന്താണ് ടേം, എന്താണ് കൺസെപ്റ്റ്, സമൂഹശാസ്ത്രത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ടേംസും കൺസെപ്റ്റും ഏതൊക്കെയാണെന്നൊക്കെ ഒരു എക്സാമ്പിൾ രൂപത്തിൽ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഗ്രൂപ്പിലേക്ക് പോയി, സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു, ഫീച്ചേഴ്സ് പഠിച്ചു, ക്വാസി ഗ്രൂപ്പ് പഠിച്ചു. പിന്നെ ക്വാസി ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. പിന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് പ്രൈമറി, സെക്കൻഡറി, കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, സ്വഗണം, അന്യഗണം, അല്ലെങ്കിൽ അംഗഗണവും അംഗേതര ഗണവും. പിന്നെ നമ്മൾ സൂചിത ഗണം, അതുപോലെ ചങ്ങാതിക്കൂട്ടം അഥവാ പിയർ ഗ്രൂപ്പ് പഠിച്ചു അല്ലേ. പിന്നെ ഇനി നമ്മൾ സാമൂഹിക ശ്രേണീകരണം പഠിച്ചു. 4 തരം ശ്രേണീകരണം: അടിമത്വം, എസ്റ്റേറ്റ്, ക്ലാസ്, കാസ്റ്റ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് സ്റ്റാറ്റസ് ആൻഡ് റോള്. എന്താണ് സ്റ്റാറ്റസ്? സ്റ്റാറ്റസിനകത്ത് തന്നെ പല കാര്യങ്ങളൊക്കെ പഠിച്ചു. റോൾ എന്താണ്, റോൾ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അതുപോലെ പിന്നെന്താ പഠിച്ച? റോൾ സ്റ്റീരിയോ ടൈപ്പിങ്, റോൾ കോൺഫ്ലിക്റ്റും റോൾ സ്റ്റീരിയോ ടൈപ്പിങ്ങും. സ്റ്റാറ്റസിനകത്ത് നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചു: സ്റ്റാറ്റസ് സെറ്റും സ്റ്റാറ്റസ് സീക്വൻസും. പദവി ക്രമവും പദവി കൂട്ടവും പഠിച്ചു. പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റാറ്റസ്, അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, ആർജിത പദവിയും അതുപോലെ ആരോപിത പദവിയും പഠിച്ചു അല്ലേ. പിന്നെ നമ്മൾ സോഷ്യൽ കൺട്രോൾ പഠിച്ചു. കൺട്രോൾ എന്താണ്? അത് ഫങ്ഷണലിസ്റ്റ് വ്യൂ പോയിന്റും കോൺഫ്ലിക്റ്റ് വ്യൂ പോയിന്റും, അതായത് നിർവഹണവാദ വീക്ഷണവും സംഘടനവാദ വീക്ഷണവും പഠിച്ചു. പിന്നെ 2 ടൈപ്സ് ആണ്, ഫോമൽ ആൻഡ് ഇൻഫോമൽ എന്ന് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെ ലാസ്റ്റിൽ നമ്മൾ വ്യതിയാനം എന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.